നീ നിന്റെ റബ്ബിനെ ഓർക്കുക. പതുക്കെ ഭക്തിയോടെ പേടിയോടെ രാവിലെയും വൈകുന്നേരവും ഒച്ചയിടാതെ അശ്രദ്ധരിൽ നീ പെട്ടുപോകരുത്. ഗഫ്ലത്തിൻ്റെ ആളായി നീ ആയി പോകരുത്. ഇങ്ങനെ നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, ഉറങ്ങുന്നു, ഉറങ്ങി എണീക്കുന്നു, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മളാണ് തീരുന്നത്. കാരണം മനുഷ്യൻ എന്നാൽ തന്നെ ഹസൻ ബസ്രി പറഞ്ഞതുപോലെ മജ്മുഅത്തുൻ മിനൽ അയ്യാം, കുറച്ച് ദിവസങ്ങളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? അവന് പറയാൻ പറ്റിയ ഒരു താരീഫ്, ഒരു നിർവചനമാണ് മജ്മുഅത്തുൻ മിനൽ അയ്യാം. കുറേ ദിവസങ്ങളാണ്. ഒരു ദിവസം കഴിയുമ്പോൾ തീരുന്നത് നമ്മളാണ്. നമ്മുടെ ഒരു ഭാഗമാണ് തീർന്നത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ. അതുകൊണ്ട് ഈ ഗഫ്ലത്തിലാകാൻ നമുക്ക് പാടില്ല. ഈ ഗഫ്ലത്തിലായവരാണ് അള്ളാഹു നരകത്തിനു വേണ്ടി പടച്ചിട്ടുള്ളവർ. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها دقها وجلها وأولها وآخرها وسرها وعلانيتها. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. أما بعد. സൂറത്തു അൽ ജുമുഅ ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത ثم ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. മസലുൽ ലദീന, ഒരു കൂട്ടരുടെ ഉദാഹരണം. അവരാരാണ്? അല്ലദീന ഹുമ്മിലു, ഏൽപ്പിക്കപ്പെട്ട ആളുകൾ. ഹുമ്മില എന്നാൽ ഏൽപ്പിക്കപ്പെട്ടു. ഹമ്മല, ഒരു കാര്യം ഒരാളോട് വഹിക്കാൻ, നിർവഹിക്കാൻ ഏൽപ്പിക്കുന്നതിന് ഹമ്മല എന്ന് പറയും. ഹുമ്മിലു എന്നാൽ ഏൽപ്പിക്കപ്പെട്ടു അവർ. അല്ലദീന ഹുമ്മിലു, ഏൽപ്പിക്കപ്പെട്ട കൂട്ടർ. അവരുടെ ഉദാഹരണം, ഏൽപ്പിക്കപ്പെട്ടു പക്ഷേ സുമ്മ, എന്നിട്ട് ലം യഹ്മിലുഹ, അവരത് ഏറ്റെടുത്തില്ല. ഏൽപ്പിക്കപ്പെട്ടു പക്ഷെ അത് ഏറ്റെടുത്തില്ല. അവരുടെ ഉദാഹരണം കമസലിൽ ഹിമാർ, ഹിമാറിനെ പോലെയാണ്, കഴുതയെ പോലെയാണ്. യഹ്മിലു, അത് ചുമക്കുന്നു. അസ്ഫാറ, അസ്ഫാറൻ എന്നാൽ സിഫർ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അസ്ഫാർ. സിഫർ ബിസീൻ, സ്വാദല്ല സീൻ. സ്വാദിൽ സിഫർ എന്ന് പറഞ്ഞാൽ ശൂന്യം, പൂജ്യം. സിഫർ എന്നാൽ ഏടുകൾ, കിതാബുകൾ, ഗ്രന്ഥം, അതിനാണ് സിഫർ എന്ന് പറയുക. അതിന് ബഹുവചനമാണ് അസ്ഫാർ. ഏടുകൾ, ഗ്രന്ഥങ്ങൾ, കിതാബുകൾ ചുമക്കുന്ന, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെ പോലെയാണ്. തൗറാത്ത് ഏൽപ്പിക്കപ്പെടുകയും, ഹുമ്മിലു അത്തൗറാത്ത്, തൗറാത്ത് ഏൽപ്പിക്കപ്പെടുകയും സുമ്മ ലം യഹ്മിലുഹാ, എന്നിട്ട് അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്തവരുടെ ഉദാഹരണമാണ്. ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ്. ബിഅസ, എത്ര മോശമാണ്. മസലുൽ ഖൗമി, ആ ഖൗമിന്റെ ഉദാഹരണം, ആ കൂട്ടരുടെ ഉദാഹരണം. അല്ലദീന കദ്ദബൂ ബിആയാതില്ലാഹ്, അതായത് അവർ കദ്ദബൂ, നിഷേധിച്ചു, ബിആയാതില്ലാഹ്, അല്ലാഹുവിന്റെ ആയത്തുകളെ. അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ച അക്കൂട്ടരുടെ ഉദാഹരണം എത്ര മോശമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു ലാ യഹ്ദി, അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല, സന്മാർഗത്തിലാക്കുകയില്ല. അൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ആ സമുദായത്തെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല. യഹൂദികളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, يقول تعالى, الله പറയുന്നു, ذامًا لليهود الذين أعطوا التوراة وحملوها للعمل بها ثم لم يعملوا بها. അള്ളാഹു യഹൂദികളെ ദമ്മ ചെയ്തുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നു,
അല്ലദീന അവരാരാണ് ഉഅ്തു അത്തൗറാത്ത അവർ തൗറാത്ത് നൽകപ്പെടുകയും വഹുമ്മിലൂഹ അത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത അവരോട് അള്ളാഹുവും അവൻ കിതാബുകളുമായി അയച്ച നബിമാരും അത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു ലിൽ അമലി ബിഹ അത് മുഖേന പ്രവർത്തിക്കാൻ സുമ്മ ലം യഅമലു ബിഹ പക്ഷേ അത് പ്രാവർത്തികമാക്കിയില്ല മസലുഹും ഫീ ദാലിക കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ആ വിഷയത്തിൽ അവരുടെ ഉദാഹരണം ഗ്രന്ഥങ്ങൾ കിതാബിൻ്റെ കെട്ടുകൾ ചുമക്കുന്ന കഴുതയെ പോലെയാണ് ഐ കമസലിൽ ഹിമാരി ഇദാ ഹുമ്മില കുതുബൻ ലാ യദ്രി മാ ഫീഹാ ഏതുപോലെയാണ് അതായത് കഴുതയെ പോലെ ഇദാ ഹുമ്മില കുതുബ അതിൻ്റെ പുറത്ത് കുറേ കിതാബുകൾ വെച്ച് കെട്ടിയാൽ ലാ യദ്രി അതിനറിയില്ല മാ ഫീഹാ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അതിനറിയില്ലല്ലോ ഫഹുവ യഹ്മിലുഹാ ഹംലൻ ഹിസ്സിയ അത് വെറും അത് ചുമക്കുന്നു മാത്രം അതിൻ്റെ ശരീരത്തിൽ അത് വെച്ചിരിക്കുന്നു അങ്ങനെ സ്പർശനം എന്ന നിലക്ക് ആ കിതാബുകളുമായി ഈ കഴുതയ്ക്ക് ബന്ധമുണ്ട് പക്ഷെ വലാ യദ്രി മാ അലൈഹി എന്താണ് അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടിയത് എന്ന് തന്നെ അതിനറിയില്ല വകദാലിക ഹഉലാ അതുപോലെയാണ് ഈ കൂട്ടർ ഫി ഹംലിഹിമുൽ കിതാബ് അല്ലദി ഊതൂഹു ഹഫിദൂഹു ലഫ്ളൻ വലം യതഫഹമുഹു വലാ അമലു ബിമുഖ്തദാഹ് അതുപോലെയാണ് ഈ കൂട്ടർ അവർ കിതാബ് ഏറ്റെടുത്ത വിഷയത്തിൽ അല്ലദി ഊതൂഹു അവർക്ക് ആ കിതാബ് നൽകപ്പെട്ടു ഹഫിദൂഹു ലഫ്ളാ സുബ്ഹാനല്ലാഹ് അവരതിൻ്റെ പദങ്ങൾ ഹിഫ്ലാക്കി കിതാബ് അവർ പഠിച്ചിട്ടുണ്ട് പക്ഷേ വലം യതഫഹമുഹു അതവർ മനസ്സിലാക്കിയിട്ടില്ല വെറും അതിൽ അക്ഷരങ്ങൾ അതിലെ വാചകങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ അതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ വലാ അമലു ബിമുഖ്തദാഹ് ആ കിതാബിലുള്ള കാര്യം അത് പഠിക്കുന്നവൻ അനിവാര്യമായും ചെയ്യേണ്ട കാര്യം അവർ പ്രവർത്തിച്ചില്ല സുബ്ഹാനല്ലാഹ് നസ്അലുല്ലാഹൽ ആഫിയ ബൽ അവലൂഹു വഹറഫൂഹു വബദ്ദലൂഹു ഫഹും അസ്വഉ ഹാലൻ മിനൽ ഹമീർ മറിച്ച് അവലൂഹു അവരതിനെ അവരുടെ തോന്നിവാസങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു വഹറഫൂഹു അതവർ തിരുത്തി പദങ്ങൾ തിരുത്താൻ പറ്റിയെടുത്ത് അത് തന്നെ തിരുത്തി അല്ലാത്തടത്ത് അതിൻ്റെ ആശയം തിരുത്തി വബദ്ദലൂഹു അതിന് പകരം പലതും കൊണ്ടുവന്നു അവരുടെ വകയായി പലതും എഴുതുകയും എന്നിട്ട് ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്തു ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون നോക്കൂ ഈ ആയത്തിൽ അള്ളാഹു 3 തവണയാണ് വൈൽ 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 എന്ന് പറഞ്ഞിട്ടുള്ളത് നാശമാണ് അവർക്കുള്ളത് നരകത്തിലെ ഒരു വാദി ഒരു താഴ്വരയാകുന്നു വൈൽ എന്ന് റിവായത്തുകൾ വന്നിട്ടുണ്ട് മുൻഗാമികളിൽ നിന്നും റിവായത്ത് വന്നിട്ടുണ്ട് അതാണ് അവർക്കുള്ളത് 3 തവണ അള്ളാഹു ഇത് ആവർത്തിച്ചു പറഞ്ഞു ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സ്വന്തം കൈകൾ കൊണ്ട് കിതാബുകൾ എഴുതി ഉണ്ടാക്കുകയും ثم يقولون هذا من عند الله എന്നിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണെന്ന് പറയുകയും ചെയ്തു അവർ ഫവൈലുൽ ലിയസ്തറു ബിഹി സമനൻ ഖലീല തുച്ഛമായ ലാഭം നേടാൻ വേണ്ടി യഥാർത്ഥത്തിൽ ആ ചെയ്തതിൻ്റെ പകരമായി കിതാബ് മാറ്റിമറിച്ചതിന് പകരമായി അവർക്ക് ദുനിയാവ് മുഴുവൻ കിട്ടിയാൽ പോലും യഥാർത്ഥത്തിൽ കിട്ടിയത് സമനും കലീലാണ് കാരണം ഈ ദുനിയാവ് ആകെ കൂട്ടിയാലും സമനും കലീലാണ് ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം അവരുടെ കൈകൾ എഴുതിയുണ്ടാക്കിയത് വകയിൽ അവർക്ക് വൈൽ നാശമാണ് അവർക്കുള്ളത് നരകമാണ് വൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ അവർ സമ്പാദിച്ചത് കാരണത്താൽ അള്ളാഹു ആവർത്തിച്ച് ആയത്തിൽ അവർക്ക് വൈലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ പലതും മാറ്റിത്തിരുത്തി പുതുതായി പലതും ചേർത്തു ഫഹും അസ്വഉ ഹാലൻ മിനൽ ഹമീർ കഴുതയെക്കാളും മോശമായ സ്ഥിതിയാണ് കാരണം കഴുത ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അത് ചുമക്കല്ല ചെയ്തുള്ളൂ അതിൻ്റെ അകത്തുള്ളത് മാറ്റുക തിരുത്തുക ദുർവ്യാഖ്യാനിക്കുക എന്നതൊന്നും ആ ജന്തു ചെയ്യുന്നില്ലല്ലോ അള്ളാഹു പറഞ്ഞതുപോലെ ചില ആളുകളെ കുറിച്ച് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ അള്ളാഹു പറഞ്ഞു വലഖദ് ദറഅനാ നാം തീർച്ചയായും പടച്ചിട്ടുണ്ട്
ലിജഹന്നമ, നരകത്തിനു വേണ്ടി. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പലരെയും നാം നരകത്തിനു വേണ്ടി പടച്ചിട്ടുണ്ട്. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. അവരെ രക്ഷപ്പെടുത്തേണ്ട കാര്യം, ഈ ലോകത്തും പരലോകത്തും അവർക്ക് സൗഭാഗ്യമേകുന്ന കാര്യം, അത് അവർ മനസ്സിലാക്കുന്നില്ല. വലഹും അയ്യൂനു ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളുണ്ട് പക്ഷെ അവർ കാണുന്നില്ല. വലഹും ആദാനു ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആമി, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അദൽ, അല്ല അതിനേക്കാളും മോശമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാണ് അശ്രദ്ധയിലായിട്ടുള്ള ആളുകൾ. കന്നുകാലികളെക്കാളും മോശമാണ് എന്ന് ഒറ്റയടിക്ക് പറയുന്നതിനേക്കാളും അബ്ലഗാണ്, ഖൽബിൽ തറക്കുന്ന ശൈലിയാണ്. ഉലൈക കൽ അൻആമി ബൽഹും അദൽ, കന്നുകാലികളെ പോലെയാണ്, അല്ല അതിനേക്കാളും പിഴവിലാണ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കന്നുകാലികളെക്കാളും പഴിച്ചവരാണെന്ന് പറയുന്നതിനേക്കാളും ബലീഗായ, ഉള്ളിൽ തട്ടുന്ന ശൈലിയാണത്. അള്ളാഹുവിൻ്റെ ശൈലി, അള്ളാഹുവിൻ്റെ കലാം. ഉലൈക കൽ അൻആമി ബൽഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവരാണ് അശ്രദ്ധർ. കാരണം ഈ ദുനിയാവ് പലരുടെയും ഖൽബ് മൂടിക്കളഞ്ഞ് അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തിരിച്ചറിയുന്നില്ല സമയം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്, കാലം ഇങ്ങനെ തീർന്നു പോകുന്നത്, ആയുസ് ഇങ്ങനെ പറ്റിപ്പോകുന്നത് അറിയുന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ, والله لو أن القلوب سليمة والله لو أن القلوب سليمة لتقطعت أسفا من الحرمان لكنها سكرى بحب حياتها الدنيا وسوف تفيق بعد زمان. അദ്ദേഹത്തിൻ്റെ അന്നൂനിയ എന്നറിയപ്പെടുന്ന കവിതയിൽ അൽ കാഫിയത്തു ഷാഫിയ എന്നാണ് അതിൻ്റെ പേര്. നൂനിയ എന്ന് പറയാൻ കാരണം എന്താ? നൂനിൽ അവസാനിക്കുന്നത് കൊണ്ട്. വല്ലാഹി ലൗ അന്നൽ ഖുലൂബ സലീമത്തുൻ, ഖൽബുകൾ നല്ല ഖൽബുകളായിരുന്നുവെങ്കിൽ, ഹൃദയങ്ങൾ കേടുവരാത്ത സുരക്ഷിതമായ ഖൽബുകളായിരുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, പാപങ്ങൾ കാരണത്താൽ കറ പിടിച്ചുപോയി. നല്ല ഹൃദയങ്ങളായിരുന്നുവെങ്കിൽ ലതഖത്തഅത് അസഫൻ മിനൽ ഹിർമാനി, ഹിർമാനിനെ കുറിച്ചോർത്ത് അത് പൊട്ടിത്തകർന്നേനെ. എന്ന് പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു, ഖൈർ ചെയ്യാനുള്ള തൗഫീഖില്ലാതെ ഖൈറുകളിൽ നിന്ന് തടയപ്പെടുന്നു. അതിനെ ഓർത്ത് പൊട്ടിത്തകർന്നു പോയേനെ ഖൽബുകൾ, അത് നേരായ ഹൃദയങ്ങളായിരുന്നുവെങ്കിൽ. പക്ഷേ ലാകിന്നഹ സക്റാ ബിഹുബ്ബി ഹയാതിഹ ദുനിയ, പക്ഷെ അതൊക്കെ സക്റാ, ലഹരി ബാധിച്ചിട്ടുണ്ട്. അതാണ് കാരണം. ബിഹുബ്ബി ഹയാതിഹ ദുനിയ, ഈ ദുനിയാവിനോടുള്ള മഹബ്ബത്ത് കാരണത്താൽ. വസൗഫ തുഫീഖു ബഅദ സമാനി, ഒരു കാലം കഴിഞ്ഞാൽ അത് ഉണരും, അതെഴുന്നേൽക്കും. പക്ഷെ അന്ന് ചിലപ്പോൾ ഉണർന്നിട്ട് കാര്യമുണ്ടാവുകയില്ല. ഖിയാമത്ത് നാളിൽ നോക്കൂ, ഈ ദുനിയാവിൽ മൂടിയിട്ടുള്ള കണ്ണുകളൊക്കെ അന്ന് തുറക്കും. അള്ളാഹു പറഞ്ഞില്ലേ, ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. സൂറത്തു ഖാഫിൽ അള്ളാഹു പറഞ്ഞു, ഇന്ന് നാം നിന്റെ കണ്ണിന് മുന്നിലുള്ള മൂടി നീക്കിയിരിക്കുന്നു. ഫബസറുക അൽയൗമ ഹദീദ്, ഇന്ന് നിന്റെ കാഴ്ച നല്ല മൂർച്ചയുള്ളതാണ്. അള്ളാഹുവിനെ അവൻ കാണുന്നു. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ, വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു വരുന്നു, അണിയണിയായി മലായികത്ത് വരുന്നു. അള്ളാഹുവിൻ്റെ സാമീപ്യം ഖിയാമത്തിലുള്ള ആ മഹ്ശറിലുള്ളവരെല്ലാം അറിയുന്നു. അന്ന് തിരിച്ചറിയും എന്താണ് നഷ്ടപ്പെട്ടത്, എന്താണ് ചെയ്തത്. യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ, ചെയ്തതും ചെയ്യാതെ വിട്ടതുമൊക്കെ അന്ന് തിരിച്ചറിയും. അപ്പോൾ ആ നാള് വരുന്നതിന് മുമ്പ് ആളുകൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാത്ത ഗഫലത്തിൽ നമ്മൾ ആകാൻ പാടില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദറുഅൻ വഖീഫതൻ വദൂന അൽജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകുൻ മിനൽ ഗാഫിലീൻ. ഇതിൻ്റെ റബ്ബിനെ ഓർക്കുക, പതുക്കെ, ഭക്തിയോടെ, പേടിയോടെ, രാവിലെയും വൈകുന്നേരവും ഒച്ചയിടാതെ. അശ്രദ്ധരിൽ നീ പെട്ടുപോകരുത്, ഗഫലത്തിൻ്റെ ആളായി നീ ആയി പോകരുത്. ഇങ്ങനെ നേരം വെളുക്കുന്നു, രാത്രിയാകുന്നു, ഉറങ്ങുന്നു, ഉറങ്ങി എണീക്കുന്നു, ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമ്മളാണ് തീരുന്നത്. കാരണം മനുഷ്യൻ എന്നാൽ തന്നെ ഹസൻ ബസ്രി പറഞ്ഞതുപോലെ മജ്മുഅത്തു മിനൽ അയ്യാം, കുറച്ച് ദിവസങ്ങളാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? അവന് പറയാൻ പറ്റിയ ഒരു താരീഫ്, ഒരു നിർവചനമാണ്
മജ്മുഅത്തു മിനൽ അയ്യാം, കുറേ ദിവസങ്ങളാണ്. ഒരു ദിവസം കഴിയുമ്പോൾ തീരുന്നത് നമ്മളാണ്, നമ്മുടെ ഒരു ഭാഗമാണ് തീർന്നത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ. അതുകൊണ്ട് ഈ ഗഫലത്തിലാകാൻ നമുക്ക് പാടില്ല. ഈ ഗഫലത്തിലായവരാണ് അള്ളാഹു നരകത്തിനു വേണ്ടി പടച്ചിട്ടുള്ളവർ, കന്നുകാലികളെക്കാളും മോശമായ ജീവിതം ജീവിക്കുന്നവർ, തൗറാത്ത് നൽകപ്പെട്ടിട്ടും അത് മാറ്റിമറിച്ചവർ, അതിലുള്ളത് സ്വീകരിക്കാത്തവർ. അസ്വഉ ഹാലൻ മിനൽ ഹമീർ, കഴുതയേക്കാളും മോശമാണ് അവരുടെ അവസ്ഥ. ഇബ്നു കസീർ പറയുന്നു ലിഅന്നൽ ഹിമാറ ലാ ഫഹ്മ ലഹ്, കാരണം അതിന് ഫഹമില്ലല്ലോ, അതിന് ചിന്തിക്കാനും ആലോചിക്കാനും മനസ്സിലാക്കാനൊന്നും കഴിവില്ലല്ലോ. അത് മനുഷ്യരങ്ങനെയാണോ? അല്ല, അള്ളാഹു അവന് ചിന്താശേഷി കൊടുത്തിട്ടുണ്ട്, സംസാരശേഷി കൊടുത്തിട്ടുണ്ട്, അവനെ എഴുതാൻ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്, സംസാരം റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അള്ളാഹുവാണ് മനുഷ്യനെ പടച്ചതും ഖുർആൻ പഠിപ്പിച്ചതും. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ഖലഖൽ ഖുർആൻ എന്ന് പറഞ്ഞോ? ഇല്ല, അല്ലമൽ ഖുർആൻ. ഖുർആൻ അള്ളാഹിന്റെ പടപ്പല്ല എന്നതിന് ആയത്തിൽ വ്യക്തമായ തെളിവുണ്ട്. കാരണം മനുഷ്യനെ പഠിച്ചു എന്ന് പറഞ്ഞു, ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അവനെ അള്ളാഹു സംസാരം പഠിപ്പിച്ചു. ഇങ്ങനെ അള്ളാഹു മനുഷ്യന് പല പടപ്പുകളിൽ നിന്നും വ്യതിരിക്തത നൽകി. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത് വഫദ്ദൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീല. അള്ളാഹു പറഞ്ഞു, ആദമിന്റെ പുത്രനെ നാം ഇക്റാം ചെയ്തിരിക്കുന്നു, അവനെ നാം ആദരിച്ചിരിക്കുന്നു, അവനെ കരയിലും കടലിലും നാം സഞ്ചരിപ്പിച്ചിരിക്കുന്നു. വേറെ ഏതെങ്കിലും ജന്തുണ്ടോ വാഹനപ്പുറത്ത് സഞ്ചരിക്കുന്നത്? ഇല്ലല്ലോ. വാഹനമുണ്ടാക്കി അതിൻ്റെ പുറത്ത് അള്ളാഹു അവനെ സഞ്ചരിപ്പിച്ചു, അവന് ഫഹ്മ് നൽകി. ഫഹമില്ലാത്ത കഴുതയേക്കാളും മോശമായി തീരും കിതാബ് കിട്ടി അത് സ്വീകരിക്കാതിരുന്നാൽ. ഇബ്നു കസീർ പറയുന്നു, ഇവർക്ക് ചിന്താശേഷിയുണ്ട് പക്ഷെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റൊരായത്തിൽ സൂറത്തുൽ അറാഫിൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവർ അൻആമിന് കാലികളെ പോലെയാണ്, അല്ല അതിനേക്കാളും വഴിതെറ്റിയവരാണ്, അവരാകുന്നു അശ്രദ്ധരായിട്ടുള്ള ആളുകൾ. وقال تعالى ها هنا, ഇവിടെ അള്ളാഹു പറഞ്ഞു ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. എത്ര മോശമാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ നിഷേധിച്ചവരുടെ ഉദാഹരണം. വല്ലാഹു ലാ യഹ്ദി അൽ ഖൗമൽ ളാലിമീൻ. അള്ളാഹു ആക്രമികളായ ആളുകളെ ഹിദായത്തിലാക്കുകയില്ല. ദുൽം, അത് ഹിദായത്തിൽ നിന്ന് നമ്മെ തടയും. ആളുകളോട് ദുൽമ ചെയ്യുക, അതിക്രമം ചെയ്യുക എന്നത് ഹിദായത്തിൽ നിന്ന് നമ്മെ തടയും. കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം. ദുൽമിന്റെ ആൾ ആയാൽ ഒരിക്കലും പാടില്ലാത്തതാണ് ദുൽം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ ദുൽമ അലാ നഫ്സിഹി. ഖാല അല്ലാഹു തആല ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമ ഫലാ തളാലമു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എൻ്റെ കാര്യത്തിൽ എൻ്റെ നഫ്സിൽ ഞാൻ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു, ഞാൻ അനീതി അക്രമം കാണിക്കുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും ഞാൻ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, അതുകൊണ്ട് പരസ്പരം ദുൽമ ചെയ്യരുത്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു, വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അള്ളാഹു ലോകരോട് ദുൽമ ഉദ്ദേശിക്കുന്നേയില്ല. അബ്ദുറഹ്മാൻ ബിൻ നാസർ സഅദി റഹിമഹുല്ലാഹ് ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഉദ്ദേശിക്കുന്ന പോലുമില്ല അവൻ, പിന്നെ എങ്ങനെയാണ് അവൻ ദുൽമ ചെയ്യുക? അവൻ ദുൽമ ചെയ്യാൻ, അനീതി കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പോലുമില്ല. അവന്റെ എല്ലാ വിധിയും അദിലാണ്, നീതിയാണ്. അതിനു പിന്നിലെല്ലാം അവന്റെ ഹിക്മത്തുണ്ട്, അവന്റെ യുക്തിയുണ്ട്. അതിനു പിന്നിലെല്ലാം നമുക്കറിയാത്ത ഖൈറുണ്ട്. നമുക്കത് താൽക്കാലികമായി ചില സമയത്ത് ചില സാഹചര്യത്തിലൊക്കെ മോശമായും ദുരന്തമായും ഒക്കെ തോന്നിയാലും അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും നമുക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു, പറയൂ നബിയെ, യാ അയ്യുഹല്ലദീന ഹാദു, ഓ യഹൂദികളെ, ഇൻ സഅംതും, നിങ്ങൾ ജൽപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ, അന്നക്കും ഔലിയാഉ ലില്ലാഹ്, നിങ്ങളാണ് അള്ളാഹുവിൻ്റെ ഔലിയ എന്ന്, അള്ളാഹുവിന് വേണ്ടപ്പെട്ട, അവന് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ, മിൻ ദൂനിന്നാസ്, മറ്റുള്ള ആളുകൾ ജനങ്ങൾക്ക് പുറമെ,
എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങളെ പോലെയല്ല ഞങ്ങൾ ബനു ഇസ്രായേൽ എന്നാണ് യഹൂദികൾ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയ, അവൻ്റെ പ്രിയപ്പെട്ടവരും അവൻ്റെ അഹിബ്ബാവുമാണ് ഞങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ഫതമന്നൗൽ മൗത്ത്, ഫതമന്നൗ എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചോളൂ, അൽ മൗത മരണം, ഇൻ കുന്തും സാദിഖീൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, സത്യസന്ധരാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് യഹൂദികളെ മുബാഹലക്ക് വെല്ലുവിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്. എന്താണ് മുബാഹല? മുബാഹല എന്നാൽ ഹക്കിൻ്റെ ആളുകളും ബാത്തിലിൻ്റെ ആളുകളും തമ്മിൽ അവർ പരസ്പരം തെളിവുകൾ സ്ഥാപിക്കും. ഞങ്ങളുടെ പക്കലാണ് തെളിവ് എന്നത് രണ്ടു കൂട്ടർ സ്ഥാപിക്കും, മുനാവറ നടത്തും, പരസ്പരം സംസാരിക്കും. അതിലൊന്നും ആളുകൾ ഹക്ക് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ മറ്റൊരു വകുപ്പുണ്ട്, മുബാഹല. മുബാഹല എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപപ്രാർത്ഥന നടത്തുക എന്നതാണത്. ഞങ്ങളാണ് ഹക്കിലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാകട്ടെ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളാണ് ഹക്കിലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങൾക്കുണ്ടാകട്ടെ. ഞങ്ങളാണ് ഹക്കിലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം നിങ്ങൾക്ക്, നിങ്ങളാണ് ഹക്കിലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം ഞങ്ങൾക്ക്, അല്ലെങ്കിൽ അതുപോലെ ശാപമോ മരണമോ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഇതാണ് മുബാഹല എന്ന് പറയുന്നത്. അതിന് പല അതിന് പല ഹുക്കുമുകളുമുണ്ട്, അതിനോടനുബന്ധിച്ച പല വിധികളുമുണ്ട്. തോന്നിയതുപോലെ ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കൂട്ടരോടും ഈ മുബാഹല നടത്തിയിട്ടുണ്ട്. മുൻഗാമികളായ സലഫുകളും നമ്മുടെ സലഫുകളും അഹ്ലുസുന്നത്തിലെ പല പണ്ഡിതന്മാരും ചില സാഹചര്യങ്ങളിൽ ഇത് നടത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പണ്ട് പ്രസിദ്ധമായ ഒരു മുബാഹല നടന്നിരുന്നു. സയ്യിദ് സനാഉല്ലാഹ് അൽ അമൃതസരി റഹിമഹുല്ലാഹ്, പഞ്ചാബിലെ അമൃതസറിൽ ജീവിച്ചിരുന്ന സയ്യിദ് സനാഉല്ലാഹ് റഹിമഹുല്ലാഹ് എന്നു പേരുള്ള മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ആ കള്ളപ്രവാചകൻ കള്ളനബി മിർസ ഗുലാം അഹമ്മദ് എന്നവനുമായി മുബാഹല നടത്തിയിരുന്നു. കാര്യം വളരെ അറിയപ്പെട്ടൊരു കാര്യമാണ്. അറബി ലോകത്ത് പോലും അറിയപ്പെട്ട പ്രശസ്തമായ ഒരു സംഭവമാണിത്. ഈ ഖാദിയാനി എന്ന കദ്ദാബുമായി സയ്യിദ് സനാഉല്ലാഹ് റഹിമഹുല്ലാഹ് മുബാഹല നടത്തിയത്. ഇത്ര ദിവസത്തിനുള്ളിൽ ആരാണ് കളവ് പറയുന്നവൻ അവൻ നശിക്കട്ടെ എന്നായിരുന്നു അവർ തമ്മിൽ മുബാഹല നടത്തിയത്. ആ പറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെയാണ് ആ കദ്ദാബ് ചത്തത്. എന്നാൽ സയ്യിദ് സനാഉല്ലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരുപാട് കാലം, വർഷങ്ങൾ പിന്നെയും ജീവിക്കുകയുണ്ടായി. അവൻ്റെ അന്ത്യം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് മുൻപും പല കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നസ്രാനികളുമായി നടത്തിയിട്ടുണ്ട്. നസ്രാനികളെ അതിന് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവർ വന്നില്ല, അവർ തിരിച്ചുപോയി. ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു യഹൂദികളോട് പറയാൻ ആവശ്യപ്പെടുന്നു. അതാണ് ഇവിടെ ഉള്ള ഉദ്ദേശം. നിങ്ങളാണ് സത്യത്തിൻ്റെ ആളുകളെങ്കിൽ, നിങ്ങളാണ് അള്ളാഹുവിൻ്റെ ഔലിയ എങ്കിൽ നിങ്ങൾ മരണം ആഗ്രഹിക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല യഹൂദികളോട് പറയാൻ ആവശ്യപ്പെടുന്നത്. കാരണം അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, വഖാലത്തിൽ യഹൂദു വന്നസാറാ നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്. അള്ളാഹു പറഞ്ഞു, യഹൂദികളും നസ്രാനികളും പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അബ്നാ ആണ്, അള്ളാഹുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ അതുകൊണ്ട് ആദ്യം ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ അടുപ്പക്കാരെന്നായിരുന്നു. വഹിബ്ബാഉഹു അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ് ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞത്. അള്ളാഹു ചോദിച്ചു, ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും, പിന്നെ എന്തിനാണ് അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കുന്നത്? ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്, അല്ല, നിങ്ങൾ അവൻ പടച്ച വെറും മനുഷ്യർ മാത്രമാകും. അവരുടെ വ്യാമോഹമാണത്. ആയത്തിൽ മറ്റൊരു സൂചനയുണ്ട്, അള്ളാഹു ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹിൻ്റെ ഇഷ്ടക്കാരനായാൽ പിന്നെ അവനെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നത്. കാരണം അള്ളാഹു അവരോട് ചോദിച്ചെന്താ? ഖുൽ ഫലിമ യുഅദ്ദിബുകും ബിദുനൂബികും, അള്ളാഹുവിൻ്റെ അഹിബ്ബ ആണ് നിങ്ങളെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത് എന്നാണ്. അതാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ള ആയത്ത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ബാക്കി എന്താ? വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പറയൂ നബിയെ, അവരോട് പറയൂ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചാൽ അവൻ നിങ്ങളെ ശിക്ഷിക്കുകയില്ല. വയഗ്ഫിർ ലക്കും ദുനൂബക്കും,
നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹു ഗഫൂർ റഹീം. അല്ലാഹു ഗഫൂറും റഹീമാണ്. അവൻ്റെ ഹുബ്ബ് ആർക്കാണ് കിട്ടുക? അവൻ്റെ ഹുബ്ബ് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ മാനദണ്ഡമാണ് ഈ ആയത്തിലുള്ളത്. ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉള്ളിലും പുറത്തും ഒക്കെ പിൻപറ്റുക. ഉള്ളുകൊണ്ടും പുറം കൊണ്ടും ഖൽബ് കൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ് അള്ളാഹുവിൻ്റെ ഹുബ്ബ് കിട്ടാനുള്ള മാർഗം. അള്ളാഹിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് നിന്റെ ഹുബ്ബ് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നവരോടുള്ള ഹുബ്ബും നിന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനുള്ള തൗഫീഖും. വഹുബ്ബ അമലി യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്നിലേക്ക് അടുപ്പിക്കുന്ന അമലിനോടുള്ള ഹുബ്ബും സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. യഹൂദികളോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും ഔലിയാഉ ലില്ലാഹ് മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ഇബ്നു കസീർ പറയുന്നു, ഐ ഇൻ കുൻതും തസ്ഉമൂന അന്നകും അലാ ഹുദാ വഅന്ന മുഹമ്മദൻ വഅസ്ഹാബഹു അലാ ളലാല ഫദ്ഉ ബിൽ മൗതി അലൽ ളാലി മിനൽ ഫിഅതൈൻ. ഇൻ കുൻതും തസ്ഉമൂന, നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ എന്ത്? അന്നക്കും അലാ ഹുദ, നിങ്ങളാണ് സന്മാർഗത്തിലെന്നും. വഅന്ന മുഹമ്മദൻ വഅസ്ഹാബഹു അലാ ളലാല, മുഹമ്മദ് നബിയും സഹാബത്തും ദലാലത്തിലുമാണ്, അവർ പിഴവിലും നിങ്ങളാണ് സത്യത്തിലും എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ഫദ്ഉ ബിൽ മൗതി, എങ്കിൽ നിങ്ങൾ മരണം വരാൻ ദുആ ചെയ്യൂ. നിങ്ങൾക്ക് വരണമെന്ന് ദുആ ചെയ്യണ്ട. അല ളാലി മിനൽ ഫിഅതൈൻ, ഈ രണ്ട് കൂട്ടരിൽ ദലാലത്തിന്റെ കക്ഷി ഏതോ അവർക്ക് വരാൻ ദുആ ചെയ്യൂ. പറയുകയില്ല, അവർക്ക് പേടിയാണ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. എന്താണ്? അല്ലാഹു തന്നെ പറയുന്നു, വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം അല്ലാഹു അലീമും ബിദ്ദാലിമീൻ. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون ولا يتمنونه, അവരത് ആഗ്രഹിക്കുകയില്ല. അബദൻ, ഒരിക്കലും. മരണത്തെ അവർ ആഗ്രഹിക്കുകയില്ല ഒരിക്കലും. ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചത് കാരണത്താൽ. അത്രയും പാപികളാണവർ. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, ആക്രമികളെ അല്ലാഹു നന്നായി അറിയുന്നവനാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വലാ യതമന്നൗനഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം എന്ന് പറഞ്ഞാൽ ഐ ബിമാ യഅമലൂന ലഹും മിനൽ കുഫ്രി വദ്ദുൽമി വൽ ഫുജൂർ, അവർക്ക് തന്നെ അറിയാം അവർ ചെയ്തിട്ടുള്ള കുഫറും അതുപോലെ ദുൽമും ഫുജൂറും ഒക്കെ, ദീനിൽ നിന്ന് പുറത്തു പോകാൻ അള്ളാഹുവിനെ നിഷേധിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ അതിക്രമങ്ങൾ, വൃത്തികേടുകൾ, ഇതൊക്കെ അവർ ചെയ്തത് അവർക്ക് തന്നെ അറിയാം. അല്ലാഹു അലീമും ബിദ്ദാലിമീൻ, ആക്രമികളെ അള്ളാഹു നന്നായി അറിയുന്നവനാകുന്നു. ഇത് സൂറത്തുൽ ബഖറയിലും ഇക്കാര്യം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. الله إذا كايدن برنو قل പറയൂ നബിയെ, ഇൻ കാനത് ലകുമുദ് ദാറുൽ ആഖിറതു ഇൻദല്ലാഹ്, യഹൂദികളോട് പറയുക, നിങ്ങൾക്കാണ് ദാറുൽ ആഖിറത്ത്, സ്വർഗത്തിൽ നിങ്ങളാണ് എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ. അത് യഹൂദികൾ അങ്ങനെയാണ് പറയുന്നത്. അവർ പറഞ്ഞു, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, സ്വർഗത്തിൽ ഒരിക്കലും കടക്കുകയില്ല യഹൂദിയോ നസറാനിയോ എന്നാണ് യഹൂദികളും നസറാനികളും പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, തിൽക അമാനിയുഹും, അതവരുടെ പൂതിയാണ്, വ്യാമോഹമാണ്. തിൽക അമാനിയുഹും, അങ്ങനെയല്ല. മറിച്ച് അള്ളാഹുവിന് മുസ്ലിമായവൻ, അവൻ്റെ യഥാർത്ഥ ദീൻ സ്വീകരിച്ചവൻ, മുസ്ലിമായവൻ, അവനാണ് സ്വർഗത്തിൽ പോവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അവർ പറഞ്ഞു, അള്ളാഹു പറഞ്ഞു അവരോട് ചോദിക്കാൻ, നിങ്ങൾക്കാണ് ആഖിറത്ത്, ആഖിറത്തിലെ ഭവനം അഥവാ സ്വർഗം നിങ്ങൾക്കാണ്. ഖാലിസത്തൻ മിൻ ദൂനിന്നാസ്, മറ്റുള്ള കൂട്ടരിൽ ഒന്നുമല്ല.
മറ്റൊരു കൂട്ടർക്കുമല്ല, നിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഫതമന്നഉൽ മൗത്ത്, നിങ്ങളൊന്ന് മരണം കൊതിക്കൂ എന്ന് പറഞ്ഞാൽ ഈ പറയും പോലെ ചെയ്യൂ എന്നാണ്. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ വലയ്യതമന്നഹു അബദ, ഒരിക്കലും അവർ അത് ആഗ്രഹിക്കുകയില്ല. ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ നേരത്തെ ചെയ്തു വെച്ചത് കാരണത്താൽ, അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ. വല്ലാഹു അലീമും ബിദ്ദാലിമീൻ, അല്ലാഹു ആക്രമികളെ ഏറ്റവും നന്നായി അറിയുന്നവനാണ്. സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ കൂടി പറഞ്ഞു, വലതജിദന്നഹും, നിനക്കവരെ കാണാം, അഹ്റസന്നാസി അലാ ഹയാത്തിൻ, ഈ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ ഹരീസുള്ളവരായി, ഹെർസുള്ളവരായി, ഈ ജീവിതത്തോട് അങ്ങേയറ്റത്തെ ആർത്തിയുള്ളവരായി നിനക്കവരെ കാണാം. വമിനല്ലദീന അശ്റകൂ, മുശ്രിക്കുകളെക്കാളും അധികം, ഒരു കിതാബും കിട്ടാത്ത, ഒരു വിവരവും ഇല്ലാത്തവരാണ് മുശ്രിക്കുകൾ. ഇവരങ്ങനെയല്ല, അള്ളാന്റെ ഒരു കിതാബ് കിട്ടിയ ആളുകളാണ്, പരലോകത്തിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൻ്റെ നബിമാരിൽ പലരിലും വിശ്വാസമുള്ളവരാണ്. പക്ഷേ വിശ്വാസങ്ങളിൽ റുക്നുകളായ ചിലത് ഒഴിവാക്കി, അതോടെ എല്ലാം പൊളിഞ്ഞു. അങ്ങനെയാണ് ഈമാൻ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലോ ബാക്കിയുള്ളത് മുഴുവൻ പൊളിഞ്ഞില്ലേ എന്നതുപോലെയാണ്. അള്ളാഹുവിൻ്റെ നബിമാരിൽ ഒരാളെ നിഷേധിച്ചാൽ അവൻ മുഴുവൻ നബിമാരെയും നിഷേധിച്ചവനായി മാറും. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നബിമാരിൽ എമ്പാടും ആളുകളെ കൊന്നുകളഞ്ഞവരുടെ സ്ഥിതി എന്തായിരിക്കും? അവരെ കാണാം മുശ്രിക്കുകളെക്കാളും ആയുസ്സിനോട് ആർത്തിയുള്ളവരായി. യവദ്ദു അഹദുഹും, അവരിൽ ഒരുവൻ ആഗ്രഹിക്കുന്നു, അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു, ലൗ യുഅമ്മറു, അവൻ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന്, അൽഫ സന, എത്ര കൊല്ലം, 1000 കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. എന്നാൽ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ, കുറേ കാലം ആയുസ്സുണ്ടായി എന്നതുകൊണ്ട് അള്ളാന്റെ അദാബിൽ നിന്ന് രക്ഷ വല്ലതും ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അള്ളാഹു അവർ ചെയ്യുന്നതിനെ കുറിച്ച് നന്നായി കാണുന്നവനാണ്. ആയുസ് കൂടിയാൽ ഖൈർ ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുവന് ഖൈറുണ്ട്, ലിമൻ താല ഉംറുഹു വഹസുന അമലുഹു. ആർക്ക് ആയുസ് കൂടിയുണ്ട് പ്രയോജനം? ആയുസ് കൂടുകയും അമല് നന്നാവുകയും ചെയ്തവൻ. ആയുസ് കൂടുകയും അമല് നന്നാവുകയും ചെയ്തു, ശരിയാണ്, അവൻ ഖൈറാൻ. അവൻ ആയുസ് കൂടുക എന്നുള്ളത് ഖൈറാൻ. ആയുസ് ഒരു പരിധിയിലപ്പുറം കൂടുക എന്നത്, മോശമായ തരത്തിലുള്ള വാർദ്ധക്യം വരിക എന്നത്, പടുവയസ്സനാവുക എന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹറം, ഹറമിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. മറ്റൊരു റിവായത്തിൽ സൂഉൽ കിബർ, വയസ്സ് മോശമായ രൂപത്തിൽ വയസ്സാവുക, അതുപോലെ വളരെ വാർദ്ധക്യത്തിലാവുക എന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ തേടിയിരുന്നു. നമുക്കറിയാം വല്ലാതെ പ്രായമേറിയാൽ എന്ത് സംഭവിക്കുമെന്ന്. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ഫിൽ ഖൽഖ്, അള്ളാഹു പറഞ്ഞില്ലേ, നാം ആർക്കെങ്കിലും വല്ലാതെ ആയുസ് നീട്ടിക്കൊടുത്താൽ നുനക്കിസുഹു ഫിൽ ഖൽഖ്, അവരുടെ പടപ്പ് നാം തലതിരിച്ചു കൊണ്ടുവരും, ചെറിയ കുട്ടികളെ പോലെ ആയിത്തീരും. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. എത്ര കാലമാണ് നമ്മളിവിടെ ജീവിക്കുക? ചിന്തിച്ചു നോക്കുക. 100 കൊല്ലം അപ്പുറത്തും 100 കൊല്ലം ഇപ്പുറത്തും മാത്രം ഒരാൾ ആലോചിച്ചാൽ അയാൾക്ക് മനസ്സിലാവും ഇത് ഏത് ദുനിയാവിന് വേണ്ടിയിട്ടാണ് ഈ ഓടുന്നത് എന്ന്. ഒന്നും വേണ്ട, ഒരു 100 കൊല്ലം വലിയൊരു ദൈർഘ്യമാണോ? മനുഷ്യ ചരിത്രം അല്ലെങ്കിൽ കുറച്ച് മുമ്പുള്ളൊരു ചരിത്രം പഠിക്കുമ്പോൾ 100 കൊല്ലം മുമ്പുള്ളത് ചരിത്രമായിട്ട് തന്നെ കൂട്ടുകയില്ല. കുട്ടികളുടെ ചരിത്ര പുസ്തകം നോക്കി അതിൽ വളരെ ഉയർന്ന ക്ലാസ്സിൽ മാത്രമേ ചിലപ്പോൾ ഒരു 100 കൊല്ലത്ത് അടുപ്പിച്ചിട്ടുള്ള ചരിത്രം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം, അല്ലാത്തതൊക്കെ പഴയതാണ്. എന്നാൽ ഒരു 100 കൊല്ലം മുൻപ് നോക്ക്, എന്തായിരുന്നു ഈ ദുനിയാവിലെ അവസ്ഥ? ആരവിടെ ഉണ്ടായിരുന്നത്? ഈ കാണുന്ന വീടുകളും ഈ കാണുന്ന വഴികളും ഒക്കെയാണോ? അല്ല. അന്നുള്ളതൊന്നും ഇന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് പഴഞ്ചനായിരിക്കും, പൊട്ടിപ്പൊളിഞ്ഞതും ചോർന്നൊലിക്കുന്നതും ആർക്കും വേണ്ടാത്തതായിരിക്കും. ഇതുപോലെ നോക്കൊരു 100 കൊല്ലം അപ്പുറം നമ്മളിൽ ആരുണ്ടാവുക? ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടായി, അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ അവസ്ഥയിൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് സുബ്ഹാനല്ലാഹ്, ഇതാണ് നമ്മുടെ അവസ്ഥ. ഈ ജീവിതം ഇത് നിസാരങ്ങളിൽ നിസാരമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ദുനിയാവ് ഹഖീർ, ഇത് വളരെ നിലവാരം കുറഞ്ഞതാണ്. കബീറുഹാ സഗീറ, ഇതിൽ വലുതുപോലും ചെറുതാണ്.
ഇതിൽ വലുതെന്ന് തോന്നുന്നത് പോലും വളരെ നിസ്സാരമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ മനുഷ്യർ പൊതുവെ അധ്വാനിക്കുന്നത് ഒന്ന് സമ്പത്തിനും ഒന്ന് അധികാരത്തിനും വേണ്ടിയാണ്. സമ്പത്ത് കൂടിപ്പോയാൽ കാറൂനെ പോലെ അയക്കും, അള്ളാഹുവിനെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അധികാരം വല്ലാതെ കൂടിയാൽ ചിലപ്പോൾ ഫിറൗനെ പോലെ അയക്കും, അള്ളാഹുവിനെ മുക്കിക്കൊന്നു. ഇതാണ് ദുനിയാവിലെ വലുതിൻ്റെ പോലും അവസ്ഥ. അള്ളാഹു ആഖിറത്ത് അങ്ങേയറ്റത്തെ ലക്ഷ്യമായവരിൽ, ദുനിയാവ് ലക്ഷ്യമാക്കാത്തവരിൽ ഏറ്റവും വലിയ ലക്ഷ്യം ആഖിറത്തായിത്തീരുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മി വല മബ്ലഗ ഇൽമി. അള്ളാഹു ഈ ദുനിയാവിനെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാക്കരുതേ, എൻ്റെ അറിവിൻ്റെ ആകത്തുക, ആകെ അറിയുന്നത് എന്താ ദുനിയാവ്, അങ്ങനെ ആക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അവർ 1000 കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമല്ല അത്. അള്ളാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായി കാണുന്നവനാണ്. ഇബ്നു കസീർ പറയുന്നു, ഈ ആയത്തിലും ഉദ്ദേശം എന്താണ്? മുബാഹലയാണ് ഉദ്ദേശം. മരണം ആഗ്രഹിക്കുന്ന അവരോട് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളാണ് ഹക്കിൻ്റെ ആളുകളെങ്കിൽ മരണം ആഗ്രഹിക്കൂ, ബലാലത്തിൻ്റെ കക്ഷി മരിക്കട്ടെ, അവർ നശിക്കട്ടെ, ഹക്കിൻ്റെ കക്ഷി വിജയിക്കട്ടെ എന്നാഗ്രഹിക്കൂ. ഇബ്നു കസീർ പറയുന്നു, കമാ തഖദ്ദമത് മുബാഹലത്തുൻ നസാറ ഫി ആലി ഇമ്രാൻ. സൂറത്ത് ആലി ഇമ്രാനിൽ നസ്രാനികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബാഹല നടത്താൻ അള്ളാഹു പറഞ്ഞതിനെ കുറിച്ച് സൂറത്ത് ആലി ഇമ്രാനിൽ വന്നിട്ടുണ്ട്. മുബാഹല നടന്നിട്ടില്ല. നജറാനിൽ നിന്നുള്ള നസറാനികൾ മുബാഹലക്ക് വേണ്ടി പുറപ്പെട്ട് വഴിയിലെത്തിയപ്പോൾ അവരിലെ കുറച്ച് വിവരമുള്ള ആളുകൾ അവരോട് പറഞ്ഞു, ഇതാ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ചില ആളുകളുണ്ട്, അവർ ദുആ ചെയ്താൽ പർവ്വതങ്ങൾ പോലും ചിലപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അള്ളാഹു മാറ്റിക്കളഞ്ഞേക്കും. അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ. അതുകൊണ്ട് ഈ നബി എന്ന് പറയുന്ന ആളോട് മുബാഹല നടത്താൻ നിങ്ങൾ പോയാൽ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവും. അവരൊക്കെ തിരിച്ച് വന്ന വഴിക്ക് സ്ഥലം വിട്ടു. അള്ളാഹു അത് സൂറത്ത് ആലി ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു, ഫമൻ ഹാജ്ജക ഫീഹി. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു വിവരിച്ച ശേഷം, ഈസ അള്ളാഹുവിൻ്റെ മകനോ 3-1 അള്ളാഹുവോ അല്ല, അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ്. അള്ളാഹുവാണ് എൻ്റെയും നിങ്ങളുടെയും റബ്ബ്, അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്നാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത്. നബിമാരെല്ലാവരും പറഞ്ഞത് അതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫമൻ ഹാജ്ജക ഫീഹി. ഓ നബിയെ, ഈസാ നബിയുടെ കാര്യത്തിൽ ആരെങ്കിലും ഇനിയും അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ, മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം. ഇതാ ഈ വിജ്ഞാനമെല്ലാം, ഈ ഇൽമെല്ലാം താങ്കൾക്ക് വന്നു കിട്ടിയതിനു ശേഷവും അവർ ഈസയുടെ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കുകയാണെങ്കിൽ, ഫഖുൽ, എങ്കിൽ അവരോട് പറയൂ നബിയെ, തആലൗ നദ്ഉ അബ്നാഅന വ അബ്നാഅക്കും വനിസാഅന വനിസാഅക്കും വഅൻഫുസന വഅൻഫുസക്കും ثم نبتهل فنجعل لعنة الله على الكاذبين. എങ്കിൽ പറയൂ നബിയെ, തആലൗ, വരൂ നിങ്ങൾ, നദ്ഉ അബ്നാഅന വ അബ്നാഅക്കും, നമുക്ക് നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും വിളിക്കാം, അവരുടെ കുട്ടികളെ കൊണ്ടുവരണം. വനിസാഅന വനിസാഅക്കും, നമ്മുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും കൊണ്ടുവരിക, ഭാര്യമാരൊക്കെ കൂട്ടണം. വഅൻഫുസന വഅൻഫുസക്കും, നിങ്ങൾ നേരിട്ട് വരികയും ചെയ്യുക. സുമ്മ നബ്തഹിൽ, എന്നിട്ട് നമുക്ക് മുബാഹല നടത്താം, പരസ്പരം ശാപപ്രാർത്ഥന നടത്താം. അതാണ് നബ്തഹിൽ, മുബാഹല. ഫനജഅൽ ലഅനതല്ലാഹി അലൽ കാദിബീൻ, ഇതിൽ കളവ് പറയുന്ന കൂട്ടർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പറയാം. ഇത് നസ്രാനികളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബാഹല നടത്താൻ അള്ളാഹു പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു അത് നടന്നില്ല, അവർ തിരിച്ചുപോയി. നജറാനിൽ നിന്ന് വന്ന നസ്രാനികൾ തിരിച്ചുപോയി. കാരണം അവരിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേട്ടാൽ കരയുന്നവരും ദീനിലേക്ക് വരുന്നവരും കൂടുതലാണ് നസ്രാനികളിൽ. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വരുന്നവർ കൂടുതലാണ് നസ്രാനികളിൽ. അവർ ദീൻ അംഗീകരിക്കാത്ത ചിലർ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അവരിൽ പലരും, അവരുടെ രാജാക്കന്മാരൊക്കെ, കൈസറിൻ്റെ അഥവാ ഹിറക്കലിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഹിറക്കൽ ഷാമിലെ രാജാവായിരുന്ന ഹിറക്കൽ. കൈസർ പറഞ്ഞാൽ സീസർ, അതാണ് കൈസർ. ആ ഹിറക്കൽ എന്ന രാജാവ്, അയാൾ തന്നെയാണ് കൈസർ എന്നറിയപ്പെടുന്നത്. കൈസർ അവരുടെ പാരമ്പര്യ നാമമാണ്. അതിങ്ങനെ പിന്നെയും വരുന്ന ആൾക്കൊക്കെ കൈസർ 1, 2 എന്നിങ്ങനെ പേരുണ്ടാകും. അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച കത്ത് നിങ്ങൾക്കറിയാമല്ലോ. അയാൾ സ്വീകരിക്കാൻ
ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ദുനിയാവ് അയാളെ പിടിച്ചു. അയാളുടെ പുരോഹിതന്മാരെയും വേണ്ടപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു ഒരു ഹാളിൽ ഒരുമിച്ച് കൂട്ടി അതിൻ്റെ വാതിലുകളൊക്കെ അടച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വിജയിക്കണോ ഈ നബിയെ പിൻപറ്റിക്കോളൂ. അപ്പം അവരുടെ വെറുപ്പ് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ എത്ര ഉറപ്പുണ്ട് എന്നൊന്ന് പരിശോധിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അയാൾക്ക് ഹക്ക് അറിയാമായിരുന്നു. അയാൾ അബൂ സുഫിയാനോട് പറഞ്ഞത് എന്താണ്, ഇതാ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ആ നിങ്ങൾ നബിയാണെന്ന് പറയുന്ന ആൾ കീഴ്പ്പെടുത്തും. എനിക്ക് ഈ അധികാരമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാല് കഴുകുമായിരുന്നു. നസ്രാനികളുടെ ബഹുമാനിക്കുന്ന ശൈലിയാണല്ലോ കാല് കഴുകി പാദ ശുശ്രൂഷ എന്നത്, അത് ചെയ്തേനെ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഹിദായത്ത് റബ്ബിൻ്റെ കയ്യിലാണല്ലോ, സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് വായിക്കുകയും ബഹുമാനത്തിൽ വാങ്ങി വെക്കുകയും ചെയ്തു. എത്രത്തോളം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാലത്ത്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ പിൽക്കാലക്കാരനാണ്, ഹിജറ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, ഫത്ഹുൽ ബാരി എഴുതിയ ആൾ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കുറച്ചു മുമ്പ്, അധികം മുമ്പല്ലാത്ത കാലത്ത് പോലും ഇബ്നു ഹജർ പറഞ്ഞു റഹിമഹുല്ലാ, അദ്ദേഹം കുറച്ചു മുമ്പുള്ള മുസ്ലിം രാജാക്കന്മാരുടെ സന്ദേശവുമായി നസ്രാനികളുടെ സാമ്രാജ്യത്തിലേക്ക് ഒരാൾ ചെന്നു. രാജാക്കന്മാർ പരസ്പരം കത്തുകളും ദൂതുകളും ഒക്കെ ആയി ആളുകളെ അയക്കുമല്ലോ, അവർ പരസ്പരം കരാറുകൾ ഉണ്ടാകും, അവർ പരസ്പരം കച്ചവട ഇടപാടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മുസ്ലിം നാട്ടിലെ ഒരു രാജാവിൻ്റെ ദൂതൻ, സുൽത്താൻ്റെ ദൂതൻ നസ്രാനികളുടെ സാമ്രാജ്യത്തിലേക്ക് ചെന്നു. വളരെ പിൽക്കാലത്തുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം, ഈ നസ്രാനിയായ രാജാവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്നിവിടെ താമസിക്കാം, നമ്മളെ കൊട്ടാരത്തിൽ താമസിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ക്ഷണം നിരസിച്ചപ്പോൾ ഈ നസ്രാനിയായി ഇദ്ദേഹം പറഞ്ഞു, ഇന്നിവിടെ താമസിക്ക്, ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ താമസിച്ചപ്പോൾ ഈ നസ്രാനിയായ രാജാവ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു, മുസ്ലിമായ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു സ്വർണത്തിൻ്റെ ഒരു പെട്ടി, വളരെ വളരെ നല്ല നിലക്ക് അവർ സൂക്ഷിച്ചിരിക്കുന്നു. ആ പെട്ടിയിൽ തുറന്നപ്പോൾ അത് വേറെയും അതിനെ സംരക്ഷിക്കാൻ പലതുമുണ്ട്. എന്നിട്ട് പഴയ ഒരു എഴുത്ത്, അതിൻ്റെ എഴുത്ത് പലതും മാഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ നബി, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിൽപ്പെട്ട ഒരാൾക്ക് അയച്ചിട്ടുള്ള കത്താണ്. ഞങ്ങളിതിന്നും സൂക്ഷിക്കുന്നു, ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളോട് വസിയത്ത് ചെയ്യാറുണ്ട്, ഇത് സൂക്ഷിക്കണമെന്ന് എന്ന് പറയുകയുണ്ടായി. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ ഹിറഖലിൻ്റെ ഹദീസ് വിശദീകരിച്ചപ്പോൾ സഹീഹ് ബുഖാരിക്ക് വിശദീകരണം ആയി ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവരിൽ പലരും ഇങ്ങനെയുള്ളവരാണ്. പലരും ഈ ദീൻ ഹക്കാണെന്ന് വേഗം മനസ്സിലാക്കാനും ഇതിലേക്ക് വരാനും കൂടുതൽ സാധ്യതയുള്ളവർ, ചരിത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ചവർ അവരിൽ വളരെ അധികമാണ്. ഈ നസ്രാനികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുബാഹല നടത്താൻ അള്ളാഹു പറഞ്ഞു. ഇതുപോലെ മുശ്രിക്കുകളോടും നടത്താൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു മറിയമിൽ പറഞ്ഞു. ഇബ്നു കസീർ പറയുന്നു, വമുബാഹലത്തിൽ മുശ്രിക്കീന ഫീ സൂറത്തി മറിയം ഖുൽ മൻ കാന ഫി ളലാലതി ഫലിയംദുദ് ലഹു റഹ്മാനു മദ്ദ. ആരാണ് ദലാലത്തിൽ എങ്കിൽ അള്ളാഹു അവന്, റഹ്മാനായ റബ്ബവന് ഈ ദുനിയാവിൽ നീട്ടിക്കൊടുക്കട്ടെ എന്ന് പറയൂ അവരോട്. എന്ന് പറഞ്ഞാൽ അവൻ ദുനിയാവിൽ ദലാലത്തിൽ തന്നെ കഴിയട്ടെ, എന്നിട്ട് പരലോകത്തെത്തിയിട്ട് അവൻ തിരിച്ചറിയട്ടെ എന്നൊരു മുബാഹൽ അവരുമായി നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സൂറത്തു മറിയമിൽ പറഞ്ഞു. ഇബ്നു കസീർ പറയുന്നു. അതുപോലെ ഈ മൂന്ന് കൂട്ടരെയും ഒരുമിച്ച്, ഈ മൂന്ന് സംഭവം ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാണ്. അൻ ഇബ്നു അബ്ബാസിൻ ഖാല അബൂ ജഹൽ ലഅനഹുല്ലാഹ്. അബൂ ജഹൽ ഒരിക്കൽ പറഞ്ഞു, ഇൻ റഅയ്തു മുഹമ്മദൻ ഇൻദൽ കഅബ ലആതിയന്നഹു ഹത്താ അതഅ അലാ ഉനുഖിഹി. സൂറത്തു ഇഖ്റ ബിസ്മി, ആ സൂറത്തിന്റെ തഫ്സീർ എടുക്കുമ്പോൾ നമ്മളിത് പറഞ്ഞിരുന്നു. അബൂ ജഹൽ ഒരിക്കൽ പറഞ്ഞു, മുഹമ്മദ് കഅബയുടെ അരികിലെങ്ങാനും
സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ ഞാൻ മുഹമ്മദിൻ്റെ പെരടിക്ക് ചവിട്ടും. എന്ന് അബൂജഹൽ പറഞ്ഞു. ഖാല ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഫഅൽ, അവനെങ്ങാനും അങ്ങനെ ചെയ്യാൻ വന്നാൽ ലഅഖദതുൽ മലായികതു ഇയാനാ, ആളുകളൊക്കെ നോക്കി നിൽക്കെ മലക്കുകൾ അവനെ കഷ്ണം കഷ്ണമായി കൊണ്ടുപോകുമായിരുന്നു, അവനെ പിച്ചി ചീന്തി കളയും മലക്കുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലൗ അന്നൽ യഹൂദ തമന്നവുൽ മൗത ലമാതു വറഔ മഖാഇദഹും മിനൻ നാർ, അതുപോലെ യഹൂദികളെങ്ങാനും നേരത്തെ പറഞ്ഞ മുബാഹല ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മരണം കൊതിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ അവർ മരിക്കുകയും നരകത്തിൽ അവരുടെ ഇരിപ്പിടങ്ങൾ അവർ കാണുകയും ചെയ്യുമായിരുന്നു. യഹൂദികളെ കുറിച്ചാണ്, നേരത്തെ മുശ്രിക്കിനെ കുറിച്ചാണ്. ഇത് നോക്ക്, വലൗ ഖറജല്ലദീന യുബാഹിലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് മുബാഹലക്ക് പുറപ്പെട്ടവർ അവരതിന് വന്നിരുന്നുവെങ്കിൽ, അതാരെ കുറിച്ചാ? നസറാനികളെ കുറിച്ച്. ലറജഊ ലാ യജിദൂന അഹ്ലൻ വലാ മാലാ, അവർ അവരുടെ കുടുംബവും അവരുടെ സമ്പത്തും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നശിക്കും മുബാഹല നടത്തിയിരുന്നെങ്കിൽ. ഈ ഹദീസിൽ ഇസ്ലാമിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്ക് ബാധകമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ഒന്ന് അബൂജഹലിനെ കുറിച്ചാണ്, ഒന്ന് യഹൂദികളെ കുറിച്ചാണ്, ഒന്ന് നസറാനികളെ കുറിച്ചാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണിത്. അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. قل പറയൂ നബിയേ, ഇന്നൽ മൗതല്ലദീ തഫറൂന മിൻഹു, ഇന്നൽ മൗത, തീർച്ചയായും മരണം, അല്ലദീ തഫറൂന മിൻഹു, ഏത് മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിപ്പോകുന്നത്, ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ, പിന്നെ തുറദ്ദൂന, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകപ്പെടും, ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ഗൈബും ഷഹാദത്തും അറിയുന്നവനായ അള്ളാഹുവിലേക്ക്, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. ഫയുനബ്ബിഉക്കും, അവൻ നിങ്ങളെ വിവരം അറിയിക്കും, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെ കുറിച്ച്. കഖൗലിഹി തആല ഫി സൂറത്തിൻ നിസാ, ഇത് സൂറത്തുൻ നിസായിൽ അല്ലാഹു പറഞ്ഞതുപോലെയാണ്. എന്താണ് ആ സൂറത്തിൽ പറഞ്ഞത്? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യുദ്രിക്കുമുൽ മൗത്ത്, മരണം അത് നിങ്ങളെ കണ്ടുമുട്ടും, നിങ്ങളെ പിടിക്കും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായി കെട്ടിയ വലിയ കെട്ടിടങ്ങളിൽ, കോട്ടകളിലായിരുന്നാലും ശരി, അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് മരണം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് ബാക്കി ജുമഅയെക്കുറിച്ചുള്ള ആയത്തുകൾ അടുത്ത ദർസിൽ പറയാം. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.